വർക്കലയിൽ വിദേശ വിനോദസഞ്ചാരികൾക്ക് നേരെ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം മാത്രം അറസ്റ്റിലായത് 2 പേരാണ്. സംഭവങ്ങൾ ഇടപെടാൻ മതിയായവണ്ണം പോലീസുകാരില്ല എന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. ദിനേനെ നൂറുകണക്കിന് സഞ്ചാരികളെത്തുന്ന വിനോദസഞ്ചാര കേന്ദ്രമായ വർക്കല ബീച്ചിലാണ് വിദേശ വിനോദസഞ്ചാരികൾക്ക് നേരെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഇത്തരത്തിൽ തുടരെ 2 അക്രമ സംഭവങ്ങൾ ഇവിടെ അരങ്ങേറിയിരുന്നു. ആദ്യത്തെ സംഭവത്തിൽ റഷ്യൻ യുവതിക്കാണ് ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നതെങ്കിൽ രണ്ടാമത്തെ സംഭവത്തിൽ ലിത്വേനിയൻ യുവതിക്ക് നേരെയായിരുന്നു അക്രമം. സംഭവങ്ങളിൽ വർക്കല സ്വദേശി അനസിനെയും തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശി ആൻഡ്രുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇത്തരം അക്രമ സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുമ്പോഴും അവ തടയുന്നതിന് മതിയായ എണ്ണം പോലീസുകാരോ നിരീക്ഷണത്തിനായി CCTV ക്യാമറകളോ ഇല്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇതെല്ലാം തീർത്തും ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് കാണാൻ സാധിക്കില്ല. എത്രയും പെട്ടെന്ന് കൃത്യമായിട്ടുള്ളൊരു സുരക്ഷാ സംവിധാനങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങൾ വർക്കലയിൽ ഒരുക്കിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം പ്രവണതകൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ ടൂറിസത്തിന് തന്നെ സാരമായിട്ടുള്ള ടാർണിഷ് ചെയ്യാൻ സാധ്യതയുള്ളതും അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വളരെ കൂടുതലായിരിക്കും. കൂടാതെ ശനി ഞായർ ദിവസങ്ങളിൽ ധാരാളം ആഭ്യന്തര വിനോദസഞ്ചാരികളും എത്തുന്ന ഈ മേഖലയിൽ ഒരു വനിതാ പോലീസ് സ്റ്റേഷൻ ആരംഭിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. മയക്കുമരുന്ന് മാഫിയകളും അനധികൃത സ്പാകളും നിർബാധം തുടരുന്ന ഇവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ക്രിമിനൽ സംഘങ്ങൾ റിസോർട്ടുകൾ ലക്ഷ്യമാക്കി എത്തുന്നുണ്ടെന്ന വിവരവും തമിഴ്നാട് പോലീസ് വർക്കല പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഈ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് വിദേശ ആഭ്യന്തര സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തരമായി അധികൃതർ ഇടപെടണമെന്ന ആവശ്യം കൂടുതൽ ശക്തമാവുകയാണ്. വിദേശ സഞ്ചാരികൾ ദൈവത്തിന്റെ സ്വന്തം നാട് തേടിയെത്തുന്നത് ഇവിടത്തെ മണ്ണിന്റെയും മനുഷ്യരുടെയും പ്രത്യേകത കൂടി പരിഗണിച്ചാണ്. അവരോട് സഹിഷ്ണുത കാട്ടിയില്ലെങ്കിലും അക്രമം കാട്ടുന്ന നിലയിലേക്ക് മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരു നാടിന്റെ വികസനവും വളർച്ചയും അടിസ്ഥാനമായിരിക്കുന്നത് അവിടുത്തെ വിനോദസഞ്ചാര മേഖലയുടെ കൂടി വളർച്ചയെ മാനദണ്ഡമാക്കിയാണ്. അജ്മൽ ദിറാർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.